18ാമത് ഇലക്ഷൻ നേരിട്ട് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യ ജനത. 130ഓളം കോടി ജനങ്ങൾ, 130ലധികം കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഇലക്ഷനാണ് 18ാമത് പാർലമെൻറ്റ് ഇലക്ഷൻ. മോഡി സർക്കാർ അധികാരത്തിലേറി 10 വർഷം പൂർത്തിയായി. ഇനി മൂന്നാമത്തെ മോഡി യുഗം വരുമോ, അല്ല ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന് നമുക്ക് പറയാൻ വയ്യ. ഏതായാലും പ്രവചനങ്ങളിൽ അധികവും പറയുന്നത്, എക്സിറ്റ് പോൾ പറയുന്നത് NDA വരുമെന്നാണ്. മൂന്നാം മുഴവും NDA സർക്കാർ വരുമെന്നാണ് പറയുന്നത്. ആര് വന്നാലും വിശ്വാസികൾക്കൊരു പ്രശ്നമേ ഇല്ല. അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അതൊരു പ്രശ്നമേ ഇല്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ. അവർക്കതൊരു പ്രശ്നമല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. എക്സിറ്റ് പോളുകളുടെ ഫലം, എക്സിറ്റ് പോൾ അതിൻ്റെ റിസൾട്ട് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, ഇനിയും തെറ്റാം, ശരിയാവുകയും ചെയ്യും. 2004 വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ പറഞ്ഞത്. 2014, 2009 2019 ഒക്കെയായുള്ള എക്സിറ്റ് പോളുടെ കണക്കുകൾ പലപ്പോഴും പേച്ചിട്ടുണ്ട്, ഇനിയും പേക്കാം, ശരിയാവുകയും ചെയ്യാം. അത് NDA വന്നാലും ഇന്ത്യൻ സർക്കാർ വന്നാലും ആര് വന്നാലും സൃഷ്ടാവായ അള്ളാഹുവിനാണ് അധികാരമുള്ളത്. അവൻ്റെ അധികാരമനുസരിച്ച് പ്രവർത്തിക്കും. അവൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഏതായാലും ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഇത് ഇന്ത്യൻ ജനതയുടെ ആഗ്രഹമാണ്. ഇവിടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളാൽ ഇന്ത്യ രാജ്യത്തിന് മുഴുവനും വീഴ്പ്പിലാക്കിയ, പ്രയാസത്തിലാക്കിയ ഒരു ഭരണാധികാരി വീണ്ടും വരരുതെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ജനത. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി എല്ലാവരും കൂടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഇന്ത്യൻ മുന്നണി വരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക്. ഏതായാലും EVM മെഷീനുകളുടെ തട്ടിപ്പുകൾ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് പകരം NDA തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയാം. ആര് അധികാരത്തിൽ വന്നാലും അധികാരമുള്ളത് സൃഷ്ടാവിന് മാത്രമാണ്. കേരളത്തിലേക്ക് വന്ന് നോക്കിയാൽ 20 മണ്ഡലങ്ങളാണ് പാർലമെന്റിലായിട്ടുള്ളത്. 20 മണ്ഡലങ്ങളിൽ 2 മണ്ഡലം മലപ്പുറത്ത്, അത് പൊന്നാനിയും അതുപോലെ തന്നെ മലപ്പുറം. ഈ 2 മണ്ഡലങ്ങളിൽ ആര് വിജയിക്കുമെന്നുള്ളതും ചർച്ചയിലുണ്ട്. ആര് വിജയിച്ചാലും അധികാരം അല്ലാഹുവിനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ LDF പാർലമെന്റിലേക്ക് വരുമെന്നോ UDF വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതിനൊന്നും പ്രവചനാതീതമില്ല. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങൾക്കനുസരിച്ച് വരും. ആര് വന്നാലും ഒരു പ്രശ്നവുമില്ല. LDF വരുമെന്നും ഇത് ചില ആളുകളുടെ വോട്ട് ബാങ്കാണ് അതിന് കാരണമെന്നൊക്കെ പറയുന്നു. ആരുടേത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ ചില EK വിഭാഗം സംഘടനയുടെ വോട്ട് ബാങ്കാണ് കാരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. കേഡർ പാർട്ടിയല്ലല്ലോ അവർക്ക് അത്തരത്തോളം മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് ആർക്കും അറിയില്ല. അത്ര മെമ്പർഷിപ്പ് ഒന്നുമില്ല. മാത്രവുമില്ല, അവരുടെ സംഘടനാ തീരുമാനങ്ങളും അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനങ്ങൾ വന്നിട്ടില്ല. ചില വ്യക്തികൾ മാത്രം അങ്ങനെ ഒരു വോട്ടിൻ്റെ ഇലക്ഷൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരോട് കാണിച്ച ക്രൂരതകൾ, അതിന് പ്രതികാരമായി ലീഗിനെതിരെ പ്രവർത്തിച്ചു എന്നതൊഴിച്ചാൽ ബാക്കി അവരുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. മാത്രവുമല്ല, മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള 2 മണ്ഡലമാണ് മലപ്പുറവും പൊന്നാനിയും. അവർക്ക് പാർട്ടിയായി മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെ ധാരാളമുണ്ട്. ഇനിയും
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പി വിഭാഗം ഒരു കേഡർ പാർട്ടിയാണെന്നും യഥാർത്ഥത്തിൽ വോട്ട് ബാങ്ക് ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. അത് പലപ്പോഴായി തെളിയിച്ചതുമാണ്. അങ്ങനെയെങ്കിൽ ഇനി LDF ജയിച്ചാൽ തന്നെ അവിടെ AP വിഭാഗത്തിന്റെ വോട്ടിന്റെ മേൽക്കോയ്മ കൊണ്ടാകാം എന്നാണ് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് ആര് ജയിച്ചാലും ഒരു പ്രശ്നമില്ല. അധികാരം അള്ളാഹുവിനാണ്. ഇന്ത്യ മുന്നണി വിജയിച്ചാലും ഇനി NDA വിജയിച്ചാലും ഇതര മുന്നണികൾ വിജയിച്ചാലും അധികാരം അള്ളാഹുവിനാണ്. അവൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ആർക്കും ചെയ്യാൻ കഴിയില്ല.